ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എനിക്കും വലിയ സന്തോഷം തോന്നി. കണക്കുകളൊക്കെ നോക്കി തല പെരുത്തിരിക്കുമ്പോഴാ ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. വഴിയില് പാർവതിയെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. എന്റെ ഭാഗ്യത്തിനാ പാർവതിയുടെ സൈക്കിള് പഞ്ചറായത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് മണിക്കൂറുകളാ അതുകൊണ്ട് എനിക്ക് ലഭിച്ചത്. ഞാൻ വളർന്ന, ഞാൻ ജീവിച്ച ചുറ്റുപാടുകൾ മാത്രമേ എനിക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നും ആ ലോകത്ത് ഒരുപാട് സന്തോഷമുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കി തന്നത് പാർവതിയാ. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം സത്യം പറഞ്ഞ ലോകം എന്താണെന്നും ജീവിതം എന്താണെന്നും ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. നീ എന്റെ ലൈഫില് സന്തോഷം കൊണ്ടുവന്ന്. ഞാൻ എന്ത് ചെയ്തെന്നാ കൈലാസ് സാർ പറയുന്നത്? കൈലാസ് സാർ നല്ല ആളാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും കൈലാസ് സാറിനെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടും കൈലാസ് സാറ് വിളിക്കുമ്പോ ഞാൻ കൂടെ വരുന്നു. സാർ എനിക്ക് ചെയ്തെന്ന സഹായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ സാറിന് ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഞാൻ പാർവതിക്ക് എന്ത് സഹായം ചെയ്തെന്ന്? കുടുംബത്തിന് വേണ്ടി ഞാൻ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നു എന്ന സങ്കടത്തിലായിരുന്നു എന്റെ അമ്മയും അച്ഛനും ചേച്ചിയും. കഷ്ടപ്പെടുന്ന മോളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ ചേച്ചിയെയും ആ കുട്ടികളെയും കൂട്ടി എന്റെ അമ്മ ഇത്രയും ദൂരം വന്നത്. പക്ഷേ എന്റെ അമ്മ കണ്ടത് കഷ്ടപ്പെടുന്ന പാറുവിനെയല്ല, സന്തോഷിക്കുന്ന പാറുവിനെയാ. പിറന്നാള് ഗംഭീരായിട്ട് ആഘോഷിക്കുന്ന പാറുവിനെയാ. അമ്മയും ചേച്ചിയും ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. സമാധാനത്തോടെയാ അവർ തിരിച്ചുപോയത്. അത് കൈലാസ് സാർ കാരണല്ലേ? ഇത്രയും വലിയ സഹായം വേറെ ആരെങ്കിലും എനിക്ക് ചെയ്തു തരുമോ? നല്ല കാലത്ത് കൂടെ നിൽക്കാൻ കുറെ പേരുണ്ടാവും. വിഷമ സമയത്ത് ആരും കൂടെ ഉണ്ടാവില്ലെന്നാ എല്ലാരും പറയുന്നത്. പക്ഷെ എനിക്കൊരു വിഷമം ഉണ്ടാവുമ്പോഴെല്ലാം സാർ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ഞാനതൊന്നും മറക്കില്ല. സാറിനെ പോലെ ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടേയില്ല. പാർവതി, നീ എനിക്ക് ചെയ്തെന്ന സഹായങ്ങൾ വെച്ച് നോക്കുമ്പോ ഞാൻ നിനക്ക് ചെയ്തെന്നെല്ലാം വെറും നിസ്സാരമാ. ഞങ്ങളുടെ കമ്പനിയെ മറയാക്കി ഒരു മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് നീയാ. നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഈ കമ്പനി പൂട്ടി സീൽ ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടാവുമായിരുന്നു. കമ്പനി രക്ഷിച്ചു. അപകടം പറ്റി അബോധാവസ്ഥയിലായിരുന്ന എന്റെ ജീവനെ രക്ഷിച്ചു. അതിന്റെ ഒരു 10-1 പോലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ല. സാർ എനിക്ക് ചെയ്തെന്ന സഹായത്തിന്റെ വലിപ്പം സാറിന് അറിയാത്തതുകൊണ്ടാ. ഈ കടങ്ങളൊക്കെ എങ്ങനെയാ വീട്ടാന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എപ്പോഴും. സാറിന്റെ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാൻ ഈ ജന്മം പോരെനിക്ക്. എങ്ങനെയാ ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടാ? സാറിന് എന്താ ഞാൻ പകരം തരാ? എനിക്ക് എന്തെങ്കിലും തരണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേറൊന്നും തരണ്ട. നിന്റെ മനസ്സ് തന്നാ മതി. അതുപോലെ നിന്റെ നന്ദിയൊന്നും വേണ്ട, നിന്റെ സ്നേഹം തന്നാ മതി. നിന്റെ മനസ്സ് എനിക്ക് വേണ്ടത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല പാർവതി. അത്രയേറെ, എന്റെ ജീവനേക്കാളേറെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നിന്റെ മനസ്സ്, നിന്റെ പ്രണയം, നിന്റെ ജീവിതം നീ എനിക്ക് തരില്ലേ പാർവതി? നിന്നെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. ആ നിമിഷം തന്നെ എന്റെ മനസ്സ് എനിക്ക് പറഞ്ഞു തന്നു, ഇവളാണ് ഇനി നിന്റെ എല്ലാം എല്ലാമെന്ന്. നിന്റെ നാട്ടിലെ ആ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ സഹായത്തോടെ ഞാൻ പൂർത്തിയാക്കിയത് നമ്മുടെ പ്രണയത്തിന്റെ തുടക്കമാ. ഇവളാണ് ഇനി എന്റെ എല്ലാമെന്ന് ആ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന ചടങ്ങും കൂടിയാ അന്ന് അവിടെ നടന്ന. പാർവതിക്ക് അറിയില്ല, ഡാഡിക്കും മമ്മിക്കും ആർക്കും അറിയില്ല. പാർവതി, നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാ
ഞാൻ ഈ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്ത് തന്നെ പാർവതിയെ കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രം. പക്ഷേ ഡാഡി പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ റിസൾട്ട് എനിക്ക് നൽകാൻ കഴിഞ്ഞു. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ അച്ചീവ് ചെയ്യാൻ കഴിയും. അതിന്റെ തെളിവാ ഈ വിജയം. നിന്നെ എനിക്ക് വേണം പാർവതി. നിന്റെ മുന്നില് എന്റെ മനസ്സ് തുറക്കാൻ പലതവണ ഞാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. നിന്റെ അമ്മയോടും ചേച്ചിയോടും ഞാൻ ഈ കാര്യം തുറന്ന് പറയാൻ ശ്രമിച്ചു. അത് നടന്നില്ല. ഏതോ ഒരു ഗന്ധർവൻ നമുക്കിടയിലേക്ക് വന്നോടെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാ എന്റെ ഇഷ്ടം, എന്റെ പ്രണയം ഞാൻ നിന്നോട് തുറന്നു പറയുന്ന. ഐ ലവ് യു പാർവതി. നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം. പാർവതി എന്താ ഒന്നും പറയാത്ത? പാർവതിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഏത് പെണ്ണിനാ കൈലാസ് സാറിനെ ഇഷ്ടപ്പെടാത്തത്? ഒരു വിഷമം വരുമ്പോ എല്ലാവരും ദൈവത്തെ വിളിക്കും. ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്ന ദൈവത്തിന്റെ മുഖ കൈലാസ് സാറിന്. കൈലാസ് സാറിന്റെ അതേ രൂപം. എന്റെ ദൈവം എന്നോട് ഇഷ്ടാന്ന് പറയുമ്പോ, കല്യാണം കഴിക്കാൻ ഇഷ്ടാന്ന് പറയുമ്പോ, എനിക്ക് സമ്മതമല്ലെന്ന് പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സാറിനെ എനിക്കിഷ്ടം. സാർ ആവശ്യപ്പെട്ടാൽ സാറിന്റെ കാൽക്കൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഹേമന്തമൻ കൈക്കുമ്പിളി തൂവുന്നിലാപ്പൂവി പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാൻ. കൈലാഷ്, കൈലാഷ്, അതെല്ലാം വെറും തോന്നലായിരുന്നോ? എന്താ കൈലാഷ്, സ്വപ്നം കാണുമായിരുന്നോ? ഏയ് മുക്തി ഇരിക്കേ.